ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ വിദ്യ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗായ്സ്. സോ ഇന്ന് കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഗൈസ് ഞാൻ പറയാൻ പോകുന്നത്. ദയവ് ചെയ്ത് ഫുള്ളായിട്ട് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 10% എടുക്കുകയാണെങ്കിൽ, ലൈക്ക് ഗേൾസിൻ്റെ ഒരു 10% എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു 5 തൊട്ട് 6% വരെ പെൺകുട്ടികൾക്കും അതേപോലെ തന്നെ അഡൽട്ടായിട്ടുള്ള ഫീമെയിൽസും അനുഭവിക്കുന്ന ഒരു സാധനമാണ് എക്സസീവ് ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇറ്റ്സ് എന്താ പറയുക, വൈഡ്ലി സീൻ അല്ലെങ്കിൽ ഭയങ്കര കോമൺ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഇത് ഒരു വ്യക്തിക്ക് വന്നാൽ നിങ്ങൾ എടുത്തു ചാടി എന്തൊക്കെ അബദ്ധങ്ങൾ ചെയ്ത് അതിൻ്റെ ഗ്രോത്ത് ഒന്നും കൂടെ കൂട്ടുന്നതും, അതേപോലെ തന്നെ എന്ത് ചെയ്താലും നമുക്കിതൊന്ന് കുറയ്ക്കാം, അല്ലെങ്കിൽ എന്താണ് ഫസ്റ്റ് മെഷർ നമ്മൾ എടുക്കണ്ടേ എന്ന് കൂടെ അടങ്ങുന്ന ബേസിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ അടങ്ങുന്ന വീഡിയോ ആണ് ഗൈസ്. സോ മാക്സിമം ഈ വീഡിയോ ഒരുപാട് ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് ഒക്കെ ഉള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഫീമെയിൽസ്, പെൺകുട്ടികൾ അറ്റ് യങ് ഏജ് തൊട്ട് ഇപ്പോൾ വരെ അഡൽട്ട് കഴിഞ്ഞ് ഒരു 20, 30 till 40, 50 ഒക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോബ്ലം എന്തുകൊണ്ടാണ് വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് എല്ലാവർക്കും നോർമലി നമ്മുടെ ഫേസിൽ ഫേഷ്യൽ ഹെയർസ് പ്രസൻ്റ് ആണ്. ഓക്കെ, ഫേഷ്യൽ ഹെയർസ് പ്രസൻ്റ് ആണ്. പക്ഷെ നമുക്കത് കണ്ണുകൊണ്ട് പെട്ടെന്ന് നമുക്ക് നോട്ടീസ് ചെയ്യാത്ത രീതിയിലാണ് ഫേഷ്യൽ ഹെയർസ് നമ്മുടെ മുഖത്ത് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വെളിച്ചത്തിൽ ചെന്ന് നിൽക്കുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കരമായ ലൈറ്റ് നമ്മുടെ മുഖത്തടിക്കുമ്പോഴും നമുക്കത് കാണാൻ പറ്റും, കുഞ്ഞു കുഞ്ഞു ഹെയർസ് നമ്മുടെ മുഖത്ത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കേസിൽ, ആ കേസാണ് നമ്മളീ പറയാൻ പോകുന്നത്. നമ്മുടെ മുഖത്തുള്ള ഈ ഫേഷ്യൽ ഹെയർസ് ഭയങ്കര തിക്കായിട്ട് വളരാൻ തുടങ്ങാന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് നമ്മളെ കാണുമ്പോൾ തന്നെ നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും, ഈ കുട്ടി അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി, ഈ ഒരു പേഴ്സൻ്റെ മുഖത്ത് ഇത്തരത്തിലുള്ള ഹെയർസ് വളർന്നിരിക്കുന്നത് നമുക്ക് വേറൊരു രീതിയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് കണ്ണുകൊണ്ട് തന്നെ കാണാൻ പറ്റും. അതാണ് തിക്കായിട്ടുള്ള, ലൈക്ക് മെയിൽസി വളരുന്ന പോലെ തന്നെ, താടി പോലെ തന്നെ തിക്കായിട്ടുള്ള എക്സസീവ് ആയിട്ടുള്ള ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് വളരുന്നത്. അതാണ് അബ്നോർമൽ ആയിട്ടുള്ള ഒരു എക്സസീവ് അല്ലെങ്കിൽ ഒരുപാട് വളരുന്ന ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് ഒരു കേസ് നമ്മൾ ഈ പറയാൻ പോകുന്നത്. ഇങ്ങനെയാണ് നമ്മളിതൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് വരുന്നത്, വാട്ട്സ് ദ മേജർ റീസൺ ബിഹൈൻഡ് ഇറ്റ്. അപ്പോൾ മേജർ റീസൺ ബിഹൈൻഡ് ഇറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ബോഡിയിൽ എന്തോ നെഗറ്റീവായിട്ട് സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് ഇത്തരത്തിലുള്ള ഫേഷ്യൽ ഹെയർസ് നമ്മുടെ മുഖത്ത് വരുന്നത്. സോ ആ നെഗറ്റീവായിട്ട് സംഭവിക്കുന്നത് എന്താണ്, ഒരു ക്വസ്റ്റ്യൻ അവിടെ. അപ്പോൾ നെഗറ്റീവായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയണമെങ്കിൽ നമുക്ക് ഇതിനെപ്പറ്റി ആദ്യമേ ഒരു ഐഡിയ വേണം. ഈ ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് എന്തുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ റീസൺ തന്നെ ഹോർമോണൽ ഇംബാലൻസ്, ഹോർമോണൽ ചേഞ്ചസ്. ഈ ഹോർമോണൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ എല്ലാ വ്യക്തികളുടെയും ശരീരത്ത് ഹോർമോൺസ് ഉണ്ട്. പക്ഷേ ചില പെൺകുട്ടികളിൽ ഹോർമോണൽ ലെവൽസ്, ലൈക്ക് ആൻഡ്രോജൻസ് എന്ന് പറയുന്ന മെയിൽ ഹോർമോൺസ് അളവിൽ, ലൈക്ക് നോർമൽ ലെവലിനെക്കാട്ടിലും ഭയങ്കരമായ ലെവലിൽ കൂടി നിൽക്കും. ആ കൂടി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ബോഡിയിലുള്ള, ലൈക്ക് റിലേറ്റഡ് ടു മെൻസ്ചുറേഷൻ, പീരീഡുള്ള സൈക്കിള് മൊത്തത്തിൽ മാറാനും തുടങ്ങും. അതിനനുസരിച്ച് നമ്മുടെ മുഖത്ത് നെഗറ്റീവായിട്ടുള്ള ചേഞ്ചസ് വരാൻ തുടങ്ങും. അങ്ങനെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് റൂട്ട് കോസ് എന്ന് പറയുന്നത് ഹോർമോണൽ ഇംബാലൻസ് അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ചസ്. അബ്നോർമൽ ലെവലിൽ അത്രയും ഒരു ലെവലെത്തും, ലൈക്ക് എന്ന് പറഞ്ഞാൽ നോർമൽ ലെവലിനെ കാട്ടി അബ്നോർമൽ ലെവലായിട്ട് വരുന്ന ഈ ഒരു ആൻഡ്രോജൻസ് ഹോർമോൺസ് വളരെയധികം അതിൻ്റെ അളവ് കൂടുകയും അതിനനുസരിച്ച് നമ്മുടെ ബോഡിയിൽ കുറച്ച് ചേഞ്ചസ് സംഭവിക്കും. ആ ചേഞ്ചസിൽ ഒന്നാണ് ഇതെന്ന് പറയുന്നത്. സോ ഇതിങ്ങനെ വരണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരാളുടെ ഹോർമോൺ കൂടിയാൽ ഇത്തരത്തിലുള്ള എക്സസീവ് ഹെയർ ഗ്രോത്ത് വരുമോ എന്ന് ചോദിച്ചാൽ അങ്ങനല്ല. പെട്ടെന്ന് ഒരാളുടെ ഹോർമോൺ കൂടിയാൽ ആദ്യമേ തന്നെ നമ്മളെ അഫക്റ്റ് ആകുന്നത് മേജറായിട്ട് 2 രീതിയിൽ നമ്മുടെ ബോഡീനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മുടെ ഓവറി, ഒന്ന് നമ്മുടെ യൂട്രസ്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ ബോഡിയിൽ സംഭവിക്കുമ്പോൾ ആദ്യമേ തന്നെ അഫക്റ്റ് ചെയ്യുന്നത്, ലൈക്ക് റിലേറ്റഡ് ടു ഹോർമോൺസ് ആണ്. അപ്പോൾ അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഓവറീസും നമ്മുടെ യൂട്രസുമാണ്. സോ ആദ്യം വരുന്നത് എന്താണ്, PCOS, PCOD. ഈ 2 സംഭവങ്ങൾ ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ട് ഇയേഴ്സായിട്ട് ഉണ്ടോ, അവർക്ക് എക്സസീവ് ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് വന്നുകൊണ്ടേയിരിക്കും.
സോ ഗൈസ്, ആദ്യമേ ഹോർമോണൽ ഇംബാലൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓവറീസും യൂട്രസും അൺഹെൽത്തി ആകാൻ തുടങ്ങും. ഓവറീസും യൂട്രസും എങ്ങനെയാണ് അൺഹെൽത്തിയായി തുടങ്ങുന്നതെന്ന് ചോദിച്ചാൽ, ചെറിയ ചെറിയ സിസ്റ്റുകൾ ഫോം ചെയ്യാൻ തുടങ്ങും. സിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നോൺ ക്യാൻസറസ് ആയിട്ടുള്ള മുഴകൾ നമ്മുടെ ഓവറീസിലും യൂട്രസിലും ഫോം ചെയ്ത് തുടങ്ങിയാൽ, അത്തരത്തിലുള്ള നെഗറ്റീവ് ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ സംഭവിക്കുമ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഔട്ട്കം ആയിട്ട് ഫേഷ്യൽ ഹെയർ ഗ്രോത്ത്, പിഗ്മെൻറ്റേഷൻ, ആക്നി, അതേപോലത്തെ ഉള്ള ചേഞ്ചസ് നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ വരുന്നത്. ഇതാണ് ഇതിൻ്റെ റൂട്ട് കോസ്, മേജർ കോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു റീസൺ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതുകൊണ്ടാണ്. അല്ലാണ്ട് നിങ്ങൾ ചെയ്യുന്ന അബദ്ധങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ മുഖത്ത് ഇത്തരത്തിലുള്ള ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് വന്നു, അപ്പോൾ ഞാൻ എന്തോ ചെയ്യും? ഞാൻ ഓടിച്ചെന്ന് ഫേസ് റേസറും എടുത്തു, ഫേസ് ഷേവിങ്ങും ചെയ്തു, വാക്സ് ഷേവിങ്ങും ചെയ്തു. ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കാം, എല്ലാ മാസവും വളരട്ടെ, ഞാൻ ഷേവ് ചെയ്ത് കൊടുക്കാം, ഞാൻ ത്രെഡ് ചെയ്ത് കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് നിങ്ങൾ ചെയ്യുന്ന ഫസ്റ്റ് ഒരു അബദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യണം, ചെയ്യാതിരിക്കുക, അതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടേതായ ചോയ്സാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ബോഡിയിൽ നാച്ചുറലായിട്ട് നടക്കുന്ന എക്സസീവ് ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് അല്ല. നിങ്ങളുടെ ബോഡിയുടെ അകത്ത് എന്തോ ഒരു നെഗറ്റീവ് ചേഞ്ച് സംഭവിച്ചു. അപ്പോൾ നിങ്ങൾ എന്താണ്, ഫസ്റ്റ് കൺസൾട്ട് ചെയ്യ് ഡോക്ടർ. ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇറഗുലർ പീരിയഡ്സ് ആകുന്നുണ്ടോ, അതേപോലെ തന്നെ കാര്യങ്ങൾ എല്ലാം തന്നെ നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആ സമയത്ത് എന്തോ വിചാരിക്കും, കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് വിട്ട് കളഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ഹ്യൂജ് പ്രോബ്ലം വെൻ യു ഒരു വയസ്സാകുമ്പോഴത്തേന്, ലൈക്ക് 25, 28 അങ്ങനെയൊക്കെ ഏജ് കഴിയുമ്പോഴത്തേന് അതൊരു മേജർ പ്രോബ്ലമായിട്ട് നിങ്ങൾക്ക് മാറാം. അപ്പോൾ ഈ യങ് ഏജിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഈ അബ്നോർമൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് കൺസൾട്ട് ചെയ്യ് ഡോക്ടർ. ദിസ് ഈസ് ദ തിങ്, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ബോഡി നടക്കുന്നത്, എന്താണ് സംഭവം. അപ്പോൾ അവർ നിങ്ങളെ ഡയഗ്നോസ് ചെയ്തിട്ട് അവർ നിങ്ങൾക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തരും. അതിന് മുന്നേ നിങ്ങൾ ഇതെല്ലാം വാരി പെരട്ടി ക്രീമും തേച്ച് ഫേസും ഷേവ് ചെയ്ത് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഇരട്ടിക്ക് ഇത് വളരും. ബിക്കോസ് ഇത് മെയിൽ ഹോർമോണാണ്. ആ ഹോർമോണിൻ്റെ ലെവലാണ് കൂടുന്നത്. അപ്പോൾ അതിനനുസരിച്ച് എന്താണ്, അവരിൽ കാണുന്ന ക്യാരക്ടേഴ്സാണ് നമ്മുടെ മുഖത്ത് വരുന്നത്. ലൈക്ക് ഇതേപോലത്തെ ഹെയർ ഗ്രോത്ത് വരുന്നത് എന്താണ്, തിക്കായിട്ടുള്ള ഹെയർ ഗ്രോത്ത് വരുന്നതാണ് എന്താണ്, അവരുടെ ക്യാരക്ടേഴ്സ്, അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് വരുന്ന കാര്യങ്ങളാണ് ഈ വരുന്നത്. സോ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് തന്നെ അത് ഇരട്ടിക്ക് വളരും. നോർമൽ ഫേഷ്യൽ ഹെയർസ് നമ്മൾ ഫേസ് ഷേവ് ചെയ്ത് ഇരട്ടിക്ക് വളരത്തില്ല. നോർമലായിട്ട് ഇത് എത്ര ഉണ്ടോ അത്രയും വളരത്തുള്ളൂ. പക്ഷെ തുടക്കവേ നമ്മളിങ്ങനെ ഫേസ് ഷേവിങ് തിക്കായിട്ടുള്ള ഹെയർസ് ഷേവ് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ അത് ഇരട്ടിക്ക് വളരും ഗൈസ്. അതാണ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട ഫസ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഞാൻ പറയുന്നത് ഫസ്റ്റ് കൺസൾട്ട് ചെയ്യ് ഡോക്ടർ. അപ്പോൾ ഈ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഹെർസ്യൂട്ടിസം എന്നാണ് ഇതിൻ്റെ ഒരു പേര് തന്നെ പറയുന്നത്. അതങ്ങ് വിട്ടേക്ക്. എന്ന് വെച്ചാൽ അബ്നോർമലായിട്ട് ഒരു വ്യക്തിയുടെ മുഖത്ത് ഇത്തരത്തിലുള്ള എക്സസീവ് ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് വരുന്നതിന് ഹെർസ്യൂട്ടിസം എന്ന് പറയും. അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള ഹെയർസ് വരുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒന്നെങ്കിൽ PCOS, PCOD റിലേറ്റഡ് ആയിട്ടുള്ള ഹോർമോണൽ ഇംബാലൻസ് സംഭവിച്ചുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് പറയുന്നത്. ഇനി ചിലവർക്ക് ലൈക്ക് ബൈ ബർത്ത് അല്ലെങ്കിൽ യങ് ഏജിനെക്കാട്ടിലും കൊച്ചു കുട്ടികൾ തൊട്ട്, കൊച്ചു ഏജില്ലേ ആ ഏജ് തൊട്ട് ഒരു ടീനേജ് ഫേസ് ഒക്കെ കഴിഞ്ഞ വരെയും നോർമലായിട്ട് തിക്ക് ഹെയർസ് പ്രസൻ്റ് ആയിട്ടുള്ളവരുണ്ട് മുഖത്തൊക്കെ. അതെന്ന് പറയുന്നത് ചിലപ്പോൾ ഹെറിഡിറ്റി ആകാം. ലൈക്ക് ചിലവർക്ക് ഭയങ്കര കട്ടിയായിട്ടുള്ള ഹെയർസ് കയ്യിലും മുഖത്തൊക്കെ ഉണ്ട്. അത് വേറൊരു പരിപാടിയാണ് കേട്ടോ. പക്ഷെ ഞാൻ പറയുന്നത്, ഒരു പ്യൂബർട്ടി കഴിഞ്ഞിട്ടുള്ള സ്റ്റേജിലാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചേഞ്ചസ് വരുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തോ എന്നെ അഫക്റ്റ് ആക്കുന്നുണ്ട്, യു ഷുഡ് കൺസൾട്ട് എ ഡോക്ടർ. ഓക്കെ. അപ്പോൾ യങ് ഏജിൽ ചില കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ നല്ല രോമമൊക്കെ ആയിരിക്കും മുഖത്തും നല്ല കയ്യിലും ഒക്കെ. അന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികൾ തൊട്ട് അവർക്ക് ആ ഒരു ഏജ് വരെ കാണും. അത് ചിലവരുടെ ബൈ ബർത്ത് തൊട്ട് വരുന്ന കാര്യങ്ങളാണ്. അത് നമ്മുടെ ഇതിലല്ല. പക്ഷേ ഈ ഒരു ടീനേജ് ഫേസിൽ ആഫ്റ്റർ അറ്റൈനിങ് പ്യൂബർട്ടിൽ ഇങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സംതിങ് ഇസ് റോങ്, ഐ ഷുഡ് കൺസൾട്ട് എ ഡോക്ടർ. അല്ലാതെ അതിന് മുന്നേ തന്നെ ഡോണ്ട് എവർ യൂസ്. ഞാൻ വീഡിയോ ഇടുന്നത്
പേജസ് നോക്കിയാലും ബ്യൂട്ടി റിലേറ്റഡ് ആണ്. പക്ഷേ എനിക്ക് ഐ ക്യാൻ സജസ്റ്റ് യു ദ ക്രീംസ്, ദ വാക്സ്, എന്തെങ്കിലുമൊക്കെ പറയാം. പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല. കാരണം നിങ്ങൾ ചെയ്യാം, നിങ്ങൾക്ക് ഫിസിക്കലായിട്ട് നിങ്ങൾക്ക് മാനുവലി നിങ്ങൾക്ക് കൈവച്ച് നിങ്ങൾ ചെയ്ത് അത് ആ ഒരു ടൈമിൽ മാറ്റാം. പക്ഷെ അത് പെർമനൻ്റ് അല്ല. പെർമനൻ്റ് ആയിട്ട് നിങ്ങൾ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തിട്ട് അവർ തരുന്ന മെഡിക്കേഷന് കഴിച്ച് പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഹോർമോൺ മാനേജ് ചെയ്ത് നിങ്ങൾ കൊണ്ടുപോകണം. ആ പ്രോപ്പർ ഹോർമോൺ മാനേജ് എന്താണ്? നിങ്ങളുടെ ലൈഫ് സ്റ്റൈലാണ്. നിങ്ങൾ കഴിക്കുന്ന ആഹാരമാണ്. ബിലീവ് മീ ഗൈസ്, നിങ്ങൾ കഴിക്കുന്ന ആഹാരം തന്നെയാണ് നിങ്ങളുടെ പ്രോപ്പർ ഹോർമോൺ മാനേജിൻ്റെ അൾട്ടിമേറ്റ് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരം മാക്സിമം ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഇൻക്ലൂഡ് ചെയ്യുക. പ്രോസസ്ഡ് ഫുഡ്സ്, ജങ്ക് ഫുഡ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ലൈക്ക് നമ്മൾ കഴിക്കുന്ന ആഹാരം തന്നെയാണ് നമ്മുടെ ഉള്ളിൽ പോയിട്ട് അതിൻ്റെ വേസ്റ്റാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത് നമ്മുടെ ഓവറീസിലും യൂട്രസിലും ഡെപ്പോസിറ്റുകൾ ചെയ്ത് ഇത്തരത്തിലുള്ള സിസ്റ്റായിട്ട് ഫോം ചെയ്യുന്നത്. ബിക്കോസ് വാട്ട് വി ആർ ഈറ്റിംഗ് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നു. സോ പ്രോപ്പർ ഹെൽത്ത് ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോവുക. അത് മാത്രമേ ഉള്ളൂ ഒരു സൊല്യൂഷൻ നിങ്ങളുടെ ഹോർമോൺ മാനേജ് ചെയ്യാൻ. വിത്ത് പ്രോപ്പർ മെഡിക്കേഷൻ, ജസ്റ്റ് കൺസൾട്ട് എ ഡോക്ടർ. മാക്സിമം സ്ട്രെസ്സും ടെൻഷനും അവോയ്ഡ് ചെയ്യുക. എനിക്ക് ഒരുപാട് എക്സസീവ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് വരുന്നുണ്ട്, ഇത് എന്താ ചെയ്യേണ്ടത്? ഡോണ്ട് പാനിക്, ടേക്ക് എ ഡീപ്പ് ബ്രെത്ത് എന്നൊക്കെ ഞാൻ പറഞ്ഞാലും എനിക്കറിയാം ചിലവർക്ക് ഭയങ്കര പാനിക്കാവുമെന്ന്. ബട്ട് നമുക്കിത് മാറ്റാം എന്ന് നിങ്ങൾ വിശ്വസിക്കുക. കാരണം നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ നിങ്ങളുടെ പ്രോബ്ലംസ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വേറെ ഒരു വ്ളോഗിൽ കാണുന്ന ക്രീമോ വാക്സിങ്ങോ ഒന്നും നിങ്ങൾക്ക് ചെയ്താൽ ഒന്നും മാറത്തൊന്നുമില്ല. ഫസ്റ്റ് നിങ്ങൾ ചിന്തിക്കുക, എന്താണ് ഞാൻ മാറ്റേണ്ടത്? ഡോക്ടറിനെ പോയിട്ട് ഡോക്ടറിനെ കാണുക. അതിനനുസരിച്ച് പ്രോപ്പറായിട്ട് ഹോർമോൺ മാനേജ് ചെയ്യണമെങ്കിൽ ഈറ്റ് പ്രോപ്പർ ഹെൽത്തി ഫുഡ്സ്. അത് കഴിക്കാണ്ട് ഒന്നും മാറാൻ പോകുന്നില്ല. ലൈക്ക് ഇത് വീണ്ടും റീഗ്രോത്ത് ആയിട്ട് വരും ഗൈസ്. അത്തരത്തിലുള്ള റീഗ്രോത്ത് ആണ് വരുന്നത്. ഒരു വട്ടം നിങ്ങൾ ഷേവ് ചെയ്ത് കഴിയുമ്പോൾ, വാക്സ് ചെയ്ത് കഴിയുമ്പോൾ, ലൈക്ക് ഒരു 2 days കഴിയുമ്പോൾ തന്നെ വരും. ഇപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഏതെങ്കിലും ഒരു മെയിലോ ഒരു ദിവസം ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം പെട്ടെന്നായിരിക്കും അവർക്ക് റീഗ്രോത്ത് ഹെയർസ് വരുന്നത്. അത് തന്നെയാണ് നമുക്ക് സംഭവിക്കുന്നത്. അതാണ് ഞാനീ പറയുന്നത്. ഫസ്റ്റ് കൺസൾട്ട് ഡോക്ടർ. ആഫ്റ്റർ പ്യൂബർട്ടിയിലാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചേഞ്ചസ് വരുന്നതിൽ മാത്രം. ഓക്കെ, ഇനി പ്രോപ്പർ ഹോർമോൺ മാനേജ്മെൻറ്റ് ശ്രദ്ധിക്കണമെങ്കിൽ പ്രോപ്പർ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ വിത്ത് ഹെൽത്തി ഫുഡ്സ്. ഒരു മാസമെങ്കിലും ജങ്ക് ഫുഡ്സും പ്രോസസ്ഡ് ഫുഡ്സും അവോയ്ഡ് ചെയ്യുക. ഹെൽത്തി ഫുഡ്സിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഓക്കെ, ഇതൊക്കെയാണ് ഗൈസ് ബേസിക്കായിട്ട് ഞാൻ ഒരുപാട് നാൾ കൊണ്ട് ആഗ്രഹിച്ച് പറയണമെന്ന് വിചാരിച്ച സാധനം. എനിക്ക് വേണമെങ്കിൽ ഒരുപാട് കുന്ന് പറയാം, ക്രീമും ഉണ്ട്, മറ്റേതുണ്ട്, മറിച്ചതുണ്ടെന്നൊക്കെ. പക്ഷെ ഞാൻ പറയത്തില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം നിങ്ങൾ ആദ്യമേ ഈ ഒരു സംഭവം നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ബോഡിയെ തന്നെ ഒന്ന് ഹീൽ ചെയ്യുക. എന്നിട്ട് വേണം നിങ്ങൾ പുറമേ നിങ്ങളുടെ വാക്സിങ്ങോ ത്രെഡിങ് എന്ത് വേണമെങ്കിലും ചെയ്തോ, ഡസൻറ്റ് മാറ്റർ. പക്ഷെ ആദ്യമേ നിങ്ങളുടെ റൂട്ട് കോസ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങളെ തന്നെ നിങ്ങൾ ഹീൽ ചെയ്യണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ഇതറിയാത്ത കുട്ടികൾക്ക് നിങ്ങളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബിക്കോസ് കുറേ പേര് കാണും ഇതൊക്കെ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് പോലും അറിയാത്ത കുട്ടികൾ കാണും കേട്ടോ. അതുകൊണ്ടാണ് ഇനി നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അങ്ങനെയൊക്കെയല്ലേ. സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.